സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ദുനിയാവിലെ ജീവിതമെന്നത് പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണം? ഏറ്റവും നന്നായി ആര് പ്രവർത്തിക്കുന്നു എന്നുള്ള പരീക്ഷണമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അൽ ഇമാം അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അടക്കമുള്ള വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദുമാരിൽ ഒരാളാണ് അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം അഖ്ലസുഹു വ അസ്വബുഹു, നിഷ്കളങ്കമായിരിക്കണം, ഏറ്റവും ശരിയോടടുത്തതായിരിക്കണം. എന്നിട്ട് അദ്ദേഹം അത് കൂടുതൽ വിശദീകരിക്കുകയാണ്. ഫഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, ആ പ്രവർത്തനത്തിൽ അയാൾക്ക് നിഷ്കളങ്കതയുണ്ട്, ഖാലിസായ പ്രവർത്തനമാണ്, പക്ഷേ ശരിയോടടുത്തതല്ല എങ്കിൽ ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയില്ല. വഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ ലം യുഖ്ബൽ. ഇനി ഒരാൾ ശരിയോടടുത്ത പ്രവർത്തനമാണ് ചെയ്തത്, പക്ഷേ ഖാലിസ് അല്ല, നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എങ്കിലും പ്രവൃത്തി സ്വീകരിക്കുകയില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബ, നിഷ്കളങ്കമായി തീരുന്നതുവരേക്കും, ശരിയോടടുത്തതായി തീരുന്നതുവരേക്കും ഒരു അമൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ചുരുക്കം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൽ ഖാലിസു, ഇവിടെ അഖ്ലസുഹു ഖാലിസൻ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് ആ നിഷ്കളങ്കമായത് എന്ന് പറഞ്ഞാൽ, ഇദാ കാന ലില്ലാഹ്, ഒരാൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്നതാണത്. കറകളഞ്ഞ നിയ്യത്തോടുകൂടി ഒരാൾ പ്രവർത്തിക്കുക എന്നതാണ് ഖാലിസ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. അഥവാ റബ്ബിന് വേണ്ടി മാത്രമാണ്, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വേണ്ടിയല്ല. അല്ലാഹു അല്ലാത്ത ഒരാളെ കാണിക്കുവാനോ മറ്റൊരാളുടെ പ്രീതിക്കോ ഒന്നിനും വേണ്ടിയല്ല, ഒരു പ്രശംസക്കോ പുകഴ്ത്തലിനോ ഒന്നുമല്ല, മറിച്ച് റബ്ബിന് വേണ്ടി മാത്രമാക്കി ചെയ്യുക എന്നതാണ് അഖ്ലസുഹു, അതല്ലെങ്കിൽ ഖാലിസൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വസ്സവാബു, ശരിയോടടുത്തത് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം ഇദാ കാന അല സുന്ന, സുന്നത്തിൻ്റെ മേലായി തീരുക, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിത്തീരുക. ഇതാണ് സഹോദരങ്ങളെ ഖാലിസൻ സ്വവാബൻ എന്ന് പറഞ്ഞാൽ. ഈ ഖാലിസും സ്വവാബുമാണ് അല്ലാഹു അഹ്സനു അമലൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്.